ക്രിസ്മസ് പുതുവർഷ ആഘോഷത്തോടടുത്തപ്പോൾ മീൻ വിലയിൽ വൻ കുതിപ്പ്. ഒരാഴ്ച മുമ്പുണ്ടായിരുന്ന വിലയുടെ ഇരട്ടിയാണ് മിക്കവാറും മീനുകൾക്ക്. വിലയിൽ തൊട്ടാൽ പൊള്ളുന്നത് ഐക്കൂറയ്ക്കാണ്. 10 ദിവസം മുൻപ് കിലോയ്ക്ക് 600-700 നിരക്കിലായിരുന്ന ഐക്കൂറയ്ക്കിപ്പോൾ 1200-1400 രൂപയാണ് വില. ഇത്രയും വില കൊടുത്തു വാങ്ങാൻ ആരും തയ്യാറാവില്ലെന്ന് കണ്ട് പല ചെറുകിട കച്ചവടക്കാരും വിൽപ്പനയിൽ നിന്ന് ഐക്കൂറ ഒഴിവാക്കുകയാണ്. ആഘോഷ ചടങ്ങുകൾക്കും മറ്റുമായി വിളമ്പുന്ന മറ്റൊരു പ്രധാന മീനായ ആവോലി കിട്ടാനില്ലാത്തതിനാൽ കർണാടക, ഗോവ എന്നിവിടങ്ങളിൽ നിന്നാണ് എത്തുന്നത്. ഇതിനും കിലോയ്ക്ക് 700-നടുത്ത് വിലയുണ്ട്. ആഴ്ചകൾക്ക് മുൻപ് 100 രൂപയ്ക്ക് 2 കിലോ കിട്ടിയിരുന്ന മത്തിക്ക് കിലോയ്ക്ക് 100-120 രൂപയാണ് വില. 100-120 രൂപ വിലയുണ്ടായിരുന്ന അയല 200-240 നിരക്കിലേക്ക് ഉയർന്നു. കേരയുടെ വില 220-260 നിരക്കിലാണ്. പൂവാലൻ ചെമ്മീനിനും നാരൻ ചെമ്മീനിനും 300 രൂപയാണ് കിലോയ്ക്ക് വില. 2 ആഴ്ച മുൻപ് ഇതിന്റെ പകുതി വിലയായിരുന്നു. മുള്ളൻ 240, കൊത്തൾ 280 എന്നിങ്ങനെയാണ് മറ്റു മീനുകളുടെ വില. ഐക്കൂറ, കേര, മുള്ളൻ, കൊത്തൾ, അയല എന്നിവയെല്ലാം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പുറത്തുനിന്ന് വരുന്നവയ്ക്ക് നാടൻ മീനിനേക്കാൾ വില കുറവാണ്. ആഘോഷ സീസണും മീനിന്റെ ലഭ്യതയിലുണ്ടായ കുറവും വലിയൊരു വിഭാഗം തൊഴിലാളികൾ ഒരാഴ്ചയിലേറെ മീൻപിടുത്തത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതുമാണ് വില വർധനയ്ക്ക് കാരണം. അതേപോലെ തന്നെ ആട്ടിറച്ചി വില പിടിവിട്ട മാതിരി കുതിക്കുകയാണ്. ചെറുകിട കച്ചവടക്കാർ ആട്ടിറച്ചിക്ക് 900 മുതൽ 1100 രൂപ വരെയാണ് വാങ്ങുന്നത്. ഹൈപ്പർ മാർക്കറ്റുകളിലാകട്ടെ 650 മുതൽ 750 രൂപ വരെയും. ഇതര സംസ്ഥാന ആടുകളെയാണ് നിലവിൽ ഇറച്ചിക്കായി ഉപയോഗിക്കുന്നത്. പോത്തിറച്ചിക്കും ഹൈപ്പർ മാർക്കറ്റുകളിൽ 380 താഴെയാണ് വില നിലവാരം. മത്സ്യ ഇനങ്ങൾക്കും വില പറക്കുകയാണ്. കോഴിയിറച്ചിക്ക് കിലോയ്ക്ക് 180 രൂപയോളമാണ് വില. ക്രിസ്മസിനോടനുബന്ധിച്ച കോഴിവിലയിലും കാര്യമായ മാറ്റമുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ 110 മുതൽ 120 രൂപ വരെയായിരുന്നു വില. എന്നാൽ ക്രിസ്മസ് വിപണിയിൽ കോഴിക്ക് 140 രൂപയോളം നൽകണം. ക്രിസ്മസിനും പുതുവത്സരത്തിലും ചിക്കൻ ഒഴിവാക്കാൻ പറ്റാത്ത വിഭവമായതിനാൽ വരും ദിവസങ്ങളിൽ ലഭ്യത കുറഞ്ഞാൽ വില ഇനിയും കൂടുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. നാടൻ കോഴി വിപണിയിൽ തളർന്നെങ്കിലും ഇതര സംസ്ഥാന കച്ചവടക്കാർ ലാഭം കൊയ്യുകയാണ്. തമിഴ്നാട്ടിലെ ഫാമുകളിൽ നിന്ന് കോഴിയുടെ വരവ് കുറഞ്ഞത് നികത്താനായി പ്രാദേശിക ഫാമുകളിൽ ഉൽപാദനം വർദ്ധിപ്പിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിന്നാണ് പ്രധാനമായും ഇറച്ചിക്കോഴികൾ എത്തുന്നത്. അവിടുത്തെ ഉൽപാദക സംഘങ്ങളും ഇടത്തട്ടുകാരും കൃത്രിമക്ഷാമവും വിലക്കയറ്റവും സൃഷ്ടിക്കുന്നതായും ആക്ഷേപമുണ്ട്. മത്സ്യവിപണിയിലും ജനപ്രിയ ഇനങ്ങളായ അയല, വറ്റ, നെയ്മീൻ, ചെമ്മീൻ എന്നിവയ്ക്കെല്ലാം വില കുതിച്ചുയരുകയാണ്. വറ്റയ്ക്ക് കിലോഗ്രാമിന് 400 മേലെയാണ് വില. വലിപ്പമനുസരിച്ച് അയലയ്ക്ക് 160 മുതൽ 300 രൂപ വരെയുമാണ് വില. മറ്റു മത്സ്യങ്ങൾ ആവശ്യമായത്ര അളവിൽ ലഭിക്കാത്തത് വിലക്കയറ്റത്തിന് ഇടയാക്കുന്നു. ആവോലി, നെയ്മീൻ തുടങ്ങിയ വലിയ മത്സ്യങ്ങൾ കിട്ടാനില്ലാത്ത സ്ഥിതിയാണ്. പച്ചക്കറി വിലയിൽ കാര്യമായ കയറ്റമില്ല. തക്കാളിക്കും പച്ചമുളകിനും സവാളയ്ക്കുമെല്ലാം 60-ൽ താഴെയാണ് വില നിലവാരം. മഴ മാറിയതിനാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറിയുടെ വിളവെടുപ്പിൽ വർധനയുണ്ടായതാണ് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഫെയറുകളുമുണ്ട്. സപ്ലൈകോയുടെ നേതൃത്വത്തിൽ ജില്ലാ ഫെയറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഫ്ലാഷ് സെയിൽ നടക്കുന്നുണ്ട്. സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് നിലവിലേതിനേക്കാൾ 10% വരെ അധിക വിലക്കുറവുണ്ട്. ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ പൊതുവിപണിയിൽ സംയുക്ത പരിശോധനയും നടന്നുവരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.